കാവ്യ എം കല്ലന്തോടിന്റെ കവിതാ സമാഹാരം പുലയാടിച്ചിയെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട്ട് പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. പുതിയകോട്ടയിലെ എം.എൻ. സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി ഭാഷാ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എ.എം. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് കാവ്യ എം കല്ലന്തോട് രചിച്ച പുലയാടിച്ചി എന്ന കാവ്യസമാഹാരത്തെ ആസ്പദമാക്കി പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാംസ്കാരിക വേലിക്കെട്ടുകൾ തകർക്കാനും മലയാള സംസ്കാരത്തിന്റെ വൈവിധ്യത്തെ കൂടുതൽ വിലമതിക്കാനും ഉതകുന്ന പുസ്തകമാണ്. ചവിട്ടിത്താഴ്ത്തപ്പെട്ട ജന്മങ്ങളെ ഓർമ്മപ്പെടുത്തുകയും സംഘർഷങ്ങളുടെയും എണ്ണം പറഞ്ഞ ശേഷിപ്പുകളുടെയും ഉയിർപ്പിന് നിലമൊരുക്കുകയും ചെയ്യുന്ന പുലയാടിച്ചി ഞായറാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ M.N. സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പുസ്തക ചർച്ച ഗ്രന്ഥകാരനും ഭാഷാ പണ്ഡിതനും കണ്ണൂർ സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വകുപ്പ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ എ.എം. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുലത്തിന്റെ ഉടമയായിട്ടുള്ള പുരുഷന്റെ അടിപണിയുന്നവരാണ്. എന്റെ വായനയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ തേവിടിശി എന്നുള്ള പ്രയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്ന് കരുതിയതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി. തേവിടിശി എന്ന ദേവന്റെ അടിപണിയുന്നവൾ, അത് പാദം പണിയുന്നവൾ എന്ന അർത്ഥത്തിലല്ല. ദേവന്റെ സാന്നിധ്യം പ്രസക്തമാകുന്നത്, ദേവൻ ദേവനായിട്ട് മാറുന്നത് ദേവദാസിയുടെ സാന്നിധ്യം കൊണ്ടാണ്. ഒന്നുകൂടി വിശദീകരിക്കാം. ദേവന്റെ ദേവത്വം പൂർണ്ണമാകുന്നത് ദേവദാസിമാരുടെ തേവിടിശിമാരുടെ സാന്നിധ്യം കൊണ്ടാണ്. എഴുത്തുകാരൻ വി രവീന്ദ്രൻ മാസ്റ്റർ ചർച്ചയിൽ മോഡറേറ്ററായി. പി രാജീവൻ മാസ്റ്റർ, എം സുനിൽകുമാർ, പി കുഞ്ഞികൃഷ്ണൻ, പി വിജയൻ, രാകേഷ് കൊട്ടറ, ഹരിശ്ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകരായ രാജേന്ദ്രൻ കോണിയാട്ട്, മോഹനൻ പുലിക്കോടൻ, കരുണാകരൻ ചാലിങ്കാൽ, എഴുത്തുകാരായ പുഷ്പാക്കുളവയൽ, സിന്ധു മാങ്ങണിയൻ, പ്രകാശ് ചന്തളം, രാമകൃഷ്ണൻ മോനാച്ച എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകവും ഭാഷയും സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് താൻ ഇങ്ങനെയൊരു പുസ്തകം രചിച്ചതെന്നും തെറ്റിദ്ധരിക്കപ്പെട്ട പദങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് പ്രാദേശിക സംസ്കാരത്തെക്കുറിച്ചുള്ള കൂടുതൽ സൂക്ഷ്മമായ ധാരണ പകരാനാണ് താൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നതെന്നും കാവ്യ പറഞ്ഞു. ഞാൻ താമസിച്ചത് കുറച്ച് എല്ലാ വിഭാഗം ആൾക്കാരുള്ള ഒരു പ്രദേശത്താണ്. പക്ഷേ ഹൈസ്കൂൾ കാലം തൊട്ട് ജാതീയത ഉടലെടുത്ത എൻ്റെ സുഹൃത്തുക്കൾ സ്കൂൾ വഴികളിൽ എന്നെ കൂട്ടാതിരിക്കുക, മറ്റു വഴികളിലൂടെ പോവുക, എന്താണ് ജാതി എന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് അവരാണ്. അപ്പോൾ ഒരു 13-14 വയസ്സ് സമയത്ത് പ്രൊഫസർ R.C. കരിപ്പത്ത് സാറിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അപ്പോൾ എന്താണ് പുലമെന്നും എന്താണ് പുലയനെന്നും പുലയൻ്റെ ഭാര്യ ആരാണെന്നും പുലയാടിച്ചി എന്ന അർത്ഥം ലഭിച്ചത് എന്നാണ്. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഈ ഒരു വിഭാഗീയത ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊന്നത് ധൈര്യത്തോടെ എഴുതാൻ പറ്റിയത് ഇന്നാണ്. സിനിമകളിലെയും സീരിയലുകളിലെയും നായക പ്രതിനായക കഥാപാത്രങ്ങളിലൂടെ പുലയ സമുദായത്തെ മുഴുവൻ അവമാനിക്കുന്ന രീതിയിൽ നടത്തുന്ന പുലയാടിച്ചി, പൊലയാടിമക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇനിയുള്ള തലമുറയെങ്കിലും നിർത്തലാക്കണമെന്നും അതിനാവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും കാവ്യ എം കല്ലന്തോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.